ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. അപ്പോൾ എല്ലാവർക്കും ഓണപരീക്ഷയാണല്ലേ. അപ്പോൾ നിങ്ങളുടെ 2ാം ക്ലാസ്സിലെ ഓണപരീക്ഷയ്ക്കില്ലേ മാത്സ് ഗണിതത്തിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക എന്ന് നമുക്ക് നോക്കാം അല്ലേ. അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം എന്താണ്? പ്രവർത്തനം 1 നിർദ്ദേശങ്ങൾ എന്താണ്? എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം എന്നാണ് അല്ലേ. പ്രവർത്തനം 1 വരക്കാം എഴുതാം അല്ലേ. ക്വസ്റ്റ്യൻ എ, വീടിൻ്റെ ചിത്രം പൂർത്തിയാക്കാം, നിറം കൊടുക്കാം അല്ലേ. അപ്പോൾ ഈ ചിത്രം പൂർത്തിയാക്കണം, എന്നിട്ട് കളർ കൊടുക്കണം. എങ്ങനെ പൂർത്തിയാക്കാം അല്ലേ? ഇതേപോലെ ഇങ്ങോട്ട് വരക്കുക, ഇങ്ങനെ വരക്കുക. എന്നിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട്, ഒരു ലൈന് നമുക്ക് ഇങ്ങോട്ട് വരക്കാം അല്ലേ. അതേപോലെ തന്നെ ഇങ്ങനെ ഇവിടുന്ന് ഒരു ലൈന് ഇങ്ങനെ ഇങ്ങോട്ട് വരക്കാം. ഇങ്ങനെ താഴോട്ട് ഒരു ലൈന് വരക്കാം. ലൈനാണ് വരക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ലൈന് വരക്കുക. ഡോറിൻ്റെ ഇവിടെ ഇതേപോലെ തന്നെ ആ ഒരു ലൈനിന് ഇങ്ങനെ ഇങ്ങോട്ട് വരക്കുക. ജനൽ എവിടെയാണുള്ളത്? ഈ ഒരു സെൻറ്ററിലായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ ഇവിടെ തന്നെ വരക്കണം. ഇവിടെ ഇങ്ങനെ ഈ കള്ളിയിൽ ഇങ്ങനെ ഈ കള്ളി കറക്റ്റായിട്ട് വരക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ വീട് പൂർത്തിയാക്കാം അല്ലേ. ഇവിടെ ലൈൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ലൈൻസ് ഇങ്ങനെ താഴോട്ട് ഈ ലൈനുമ്മ കൂടി അവിടെ അടിയിൽ ലൈന് കണ്ടില്ല, അങ്ങനെ ലൈന് വരക്കുക. ആരോ അല്ല കേട്ടോ, ലൈനാണ് വരക്കേണ്ടത്. എങ്ങനെ വരയിടുക അല്ലേ. ഇതേപോലെ ഇവിടേക്കും വരയിടുക അല്ലേ. വര അങ്ങനെ ഇടുക. ഇവിടേക്കും ഉണ്ടല്ലോ ഒരു വര, അപ്പോൾ അത് ഇടുക. അങ്ങനെ ലൈന് വരക്കുക അങ്ങനെ അല്ലേ. ഇതേപോലെ ഇവിടെ എന്താണോ ഉള്ളത് അത് തന്നെ ഇങ്ങോട്ടും വരക്കുക അല്ലേ. ഇങ്ങനെ വരച്ചു. വീടിൻ്റെ വാതിൽ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെ വരണല്ലേ വാതിൽ. ഒരു ഭാഗം അവിടെ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ മറ്റേ ഭാഗം നമ്മൾ ഇങ്ങനെ വരക്കണം. അതേപോലെ ഈ സൈഡിൻ്റെ മറ്റേ ഭാഗം ഇങ്ങോട്ട് വരച്ചു. ഇവിടെ സെൻറ്ററിലാണ് ജനലില്ലേ. അപ്പോൾ അതേപോലെ ഈ ഭാഗത്തും ഒരു ജനലില്ലേ. അതേപോലെ നമ്മൾ പൂർത്തിയാക്കുക. എന്നിട്ട് മനോഹരമായിട്ട് കളർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കളർ കൊടുക്കുമ്പോൾ മേൽക്കൂരൊക്കെ എന്താണ് ഒരു കളർ കൊടുക്കണം അല്ലേ. വീടിൻ്റെ മുൾഭാഗം അല്ലേ, ചുമരിനൊക്കെ ഒരു പെയിൻറ്റ് കൊടുക്കുക. എന്നിട്ട് വാതിലിന് ഒരു കളർ കൊടുക്കുക, ജനലിന് വേറെ കളർ കൊടുക്കുക. ഇതിൽ ബി ക്വസ്റ്റ്യൻ എണ്ണി എഴുതാം. എണ്ണി എഴുതാനുള്ളതാണ്. രൂപങ്ങൾ എണ്ണി എഴുതാം. എത്ര രൂപങ്ങളുണ്ട്? ഇപ്പോൾ രൂപങ്ങളിലെ വൃത്തമുണ്ട്, ചതുരമുണ്ട്, ത്രികോണമുണ്ട് അല്ലേ. ത്രികോണം അല്ലേ, ത്രികോണം, ചതുരം, വൃത്തം. അപ്പോൾ ഈ വൃത്തം അല്ലേ, വട്ടത്തിൽ എത്ര ഉണ്ട്? വട്ടത്തിലുള്ളത് 1, 2 ഇയേഴ്സിൽ 2 ചെവികളുണ്ട് അല്ലേ. 2, ഒരു മൂക്കുണ്ട്, 3, 4, 5, പിന്നെന്താണ് മാലുണ്ട് അല്ലേ. 6, 7, 8, 9, 10 അല്ലേ. 10 എണ്ണമുണ്ട് അല്ലേ. വേറെ എവിടെ ഇല്ലല്ലോ വട്ടത്തിൽ. അപ്പോൾ 10 വട്ടങ്ങളുണ്ട്. അപ്പോൾ 10 എന്ന് ഇവിടെ എഴുതുക അല്ലേ. 10. നെക്സ്റ്റ് ഇതേ ആകൃതിയില്ലേ ചതുരം, ഇങ്ങനെ നീണ്ട ചതുരങ്ങൾ എത്രയുണ്ട്? ഇതൊന്നും ചതുരല്ല, ഇത് ത്രികോണാണല്ലേ. ഇവിടെ ഒന്നും ചതുരമില്ല. ഇവിടെ ഉണ്ടല്ലേ കൈത്തിൽ ചതുരമുണ്ട്, ഒരു ചതുരമുണ്ട്. 1, 2, 3, 4 അല്ലേ. ബോഡി 4, പിന്നെ 5, പിന്നെ ഇത് മൊത്തത്തിൽ ഇവിടെ ഒന്നുണ്ടല്ലേ 6 അല്ലേ. 6ാമത്തെ ചതുരം. ദെൻ 7, 8, 9, 10 അല്ലേ. 10 ചതുരങ്ങളുണ്ട്. ദെൻ ട്രയാങ്കിളിലെ നമ്മുടെ ത്രികോണം എത്ര ഉണ്ട്? ഇവിടെ 2 ഉണ്ടല്ലേ. 1, 2 2 ഉണ്ട്. ഇവിടെ ഒന്നുമില്ല. പിന്നെ എങ്ങനെ നോക്കണം അല്ലേ. 2, 3, 4 അല്ലേ. 4 ത്രികോണങ്ങളാണുള്ളത്. അപ്പോൾ 4 എന്ന് എഴുതുക. പ്രവർത്തനം 2 സംഖ്യയുണ്ടാക്കാം. എ, വിട്ടുപോയ കളം പൂർത്തിയാക്കൂ. അപ്പോൾ വിട്ടുപോയിട്ടുള്ള കളം പൂർത്തിയാക്കണം. അപ്പോൾ ഇവിടെ എന്താണ്? 3, 10 അല്ലേ. 1, 2, 3 3 10ഉം 1, 2, 3 4 4 1 ചേർന്നപ്പോൾ 34ആയി. നിങ്ങൾക്കറിയാം 34ൽ നമ്മൾ ഇതെന്താണ് ഒറ്റയുടെ സ്ഥാനം, ഇത് 10ൻ്റെ സ്ഥാനം. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് എത്ര ഒന്നുണ്ട് അല്ലേ? 4 ഒന്നുകളുണ്ട്. 10ൻ്റെ സ്ഥാനത്ത് എത്ര 10 ഉണ്ട് അല്ലേ? 10ൻ്റെ സ്ഥാനത്ത് 3 ആണ്. അപ്പോൾ 3 10 എഴുതണം അല്ലേ. ഒറ്റയുടെ സ്ഥാനം 10. അപ്പോൾ എത്ര ഒന്നുകളാണ്? 4 ഒന്നുകൾ. 10ൻ്റെ സ്ഥാനത്ത് 3 10കൾ അല്ലേ. അപ്പോൾ 3 10ഉം 4 ഒന്നും ചേർന്നാൽ 34. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു 10 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ 1 എന്ന് എഴുതാം. എത്ര 10 ഉണ്ട് എന്നുള്ളത് ആദ്യം എഴുതുക. എത്ര ഒന്നുണ്ട്? 4 1. അപ്പോൾ 14 അല്ലേ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ്? 10ഉം 4ഉം 14. 30ഉം 4ഉം 34. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതാം അല്ലേ. ഇവിടെ ഒരു 10 ആണെങ്കിൽ 1 എഴുതുക. 4 1 ആയതുകൊണ്ട് 4 എന്ന് എഴുതാം. ഇവിടെ 2 10 ആണ്, അതുകൊണ്ട് 2 എന്ന് എഴുതിയിട്ടുണ്ട്. 3 എന്താണ്? 3 ഒന്നുകളായിട്ടാണ് ഇവിടെ 3 എന്ന് എഴുതിയത്. അപ്പോൾ 3 ഒന്നുകൾ എഴുതുക. അതാണ് 3. അപ്പോൾ ഇവിടെ 4 എന്ന് ഇട്ടിട്ടുണ്ടല്ലേ. 4 എന്ന് പറഞ്ഞാൽ 4 ഒന്നുകൾ. 4 ഇവിടെ ഫസ്റ്റത്തത് 4 ആണ്, അതായത് 4 10ഉം വേണം അല്ലേ. അപ്പോൾ 4 10കൾ നമുക്കിവിടെ 4 10കളില്ലേ. 4 10 ബോക്സിൻ്റെ ഉള്ളിൽ എഴുതണം. 4 10 ആയതുകൊണ്ടാണ് ഇവിടെ 4 ഫസ്റ്റും 4 രണ്ടാമതും 4. അപ്പോൾ 4 ഒന്നുകളും വേണം. ഇവിടെ 36 ആണ്. അപ്പോൾ 3 10 ആണ് വേണ്ടത് അല്ലേ. 3 10 അല്ലേ. 3 10 അല്ലേ. ഇവിടെ ഒരു 10 ആയതുകൊണ്ട് ഇവിടെ 1 ഇട്ടു. 2 10 ആകുമ്പോൾ 2, 3 10 ആകുമ്പോൾ 3 അല്ലേ. അപ്പോൾ 3 10 ആണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. 1 2 3 അല്ലേ. 3 10 ഈ ബോക്സിൻ്റെ ഉള്ളിൽ എഴുതണേ. 3 10ഉം
3 6 അല്ലേ 1 2 3 4 5 6 അതുകൊണ്ടാണ് രണ്ടാമത് 6 അല്ലേ. ഒറ്റയുടെ സ്ഥാനത്ത് 1ൻ്റെ സ്ഥാനത്ത് എത്രയുള്ളത് 1 അല്ലേ. 4 1 4 1 3 ഒന്നുകൾ 4 ഒന്നുകൾ 6 ഒന്നുകൾ. ഇവിടെ ഉള്ളത് 10ൻ്റെ എണ്ണമാണ് ഫസ്റ്റിലുള്ളത് അല്ലേ. ഒറ്റ 10 അല്ലേ. 10ൻ്റെ എണ്ണം 3, 10ൻ്റെ എണ്ണം 1, 10ൻ്റെ എണ്ണം 2, 10കൾ എത്ര എണ്ണം വേണം 4 എണ്ണം വേണം, 10കൾ 3 എണ്ണം വേണം. അപ്പോൾ ഇതിലെന്താണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനുണ്ട് അടുത്തൊരു ചോദ്യം. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സംഖ്യ ഇതിലേതാണ് 14 അല്ലേ. അപ്പോൾ അത് ആദ്യം എഴുതുക ഏറ്റവും ചെറുത്. പിന്നെ ഇതിനേക്കാളും വലുത് ഏതാണ് 23 അല്ലേ. അപ്പോൾ അത് അടുത്ത ബോക്സിൽ എഴുതി കൊടുക്കുക. ബോക്സ് തന്നിട്ടുണ്ട്, ബോക്സ് നിങ്ങൾ വരക്കണ്ട. ഇതിനേക്കാളും വലുത് ഏതാണ് 34 ആണോ 36 ആണോ 34 അല്ലേ. 36 അതിനേക്കാളും വലുതാണ്. അപ്പോൾ 34 അടുത്തത് എഴുതുക. നെക്സ്റ്റ് 36 അതിനേക്കാളും വലുത്. ഏറ്റവും വലുത് ഏതാണ് 44 അല്ലേ. അപ്പോൾ അത് ഏറ്റവും ലാസ്റ്റ് എഴുതുക. ഏറ്റവും ലാസ്റ്റിലുള്ള കോളത്തിലല്ലേ ബോക്സ് താഴെ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് 44. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ ഇതല്ലേ ഏറ്റവും ചെറുത് 14 അല്ലേ. 23 34 36 44 അല്ലേ. ഏറ്റവും വലുത് 44. അപ്പോൾ ഇതിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാൻ പറഞ്ഞാൽ ഏറ്റവും വലുത് ആദ്യം എഴുതുക, പിന്നെ അതിനേക്കാളും ചെറുതിലേക്ക് ഇങ്ങനെ എഴുതുക. ഇവിടെ ചെറുതിൽ നിന്നും വലുതിലേക്കാണ് ചോദിച്ചത്. കണ്ടോ, ഈ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതൂ. അപ്പോൾ ഏറ്റവും ചെറുത് 14 എഴുതുക, അതിനേക്കാളും വലുത് അതിനേക്കാളും വലുത് അതിനേക്കാളും വലുത് ഏറ്റവും വലുത് ലാസ്റ്റ് എഴുതുക. ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകണം അല്ലേ. ഇങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലേക്കല്ലേ പോകുന്നത്. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരണം അല്ലേ. ഇതല്ല ഏറ്റവും വലുത്, വലുതിൽ നിന്ന് ചെറുതിലേക്ക്, വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ഇത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇങ്ങനെ കൂടി പോവുക, ഇതിങ്ങനെ കുറഞ്ഞു വരിക. മൂന്നാമത്തെ ചോദ്യം എന്താണ്? പ്രവർത്തനം 3 ഞാനാരെന്ന് ചെടിച്ചട്ടിയിൽ എഴുതൂ അല്ലെ. ചെടിച്ചട്ടിയിൽ ഞാൻ ആരാണെന്ന് എഴുതണം. എന്നെക്കുറിച്ച് പൂക്കളിൽ എഴുതുകയും വേണം. അപ്പം എന്നെക്കുറിച്ച് എന്താണ് പൂക്കളിൽ എഴുതുകയും വേണം. ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കുകയും വേണം. നമുക്ക് കണ്ടുപിടിച്ചാലോ? ഞാൻ ആര് അല്ലേ. 36നേക്കാൾ 4 കുറവ്. 10ഉം 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 2ഉം കൂട്ടിയാൽ ഞാനാണ്. ഓക്കെ, അപ്പോൾ അത് വേഗം കിട്ടില്ല. നമുക്ക് 10ഉം 10 എത്രയാണ് നമുക്ക് കൂട്ടി നോക്കാം അല്ലേ. 10 10 10 2 അല്ലേ. ഇതെല്ലാം കൂട്ടിയാൽ ഞാനാണല്ലേ. 10ഉം 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 2ഉം അല്ലേ. 10ഉം 10ഉം എത്രയാണ് 20 30 32 അല്ലെങ്കിൽ എങ്ങനെ 0 0 0 2 അല്ലേ. 0-നോട് 2 കൂട്ടിയാൽ 2, പിന്നെ 1 2 3 അല്ലേ 32 അല്ലേ. അപ്പോൾ ഈ ഞാൻ ആരാണ് 32 അല്ലേ. നമുക്ക് കിട്ടി. ചട്ടിയിൽ എഴുതണം 32 ഒന്ന് എല്ലാം കൂട്ടി നോക്കിയാൽ ഇവിടെയൊക്കെ 32ൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ ഈ ബോക്സിലൊക്കെ എഴുതണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ 32 തന്നെ കിട്ടുക. 30നേക്കാൾ 2 കൂടുതൽ അല്ലേ. 30-നോട് 2 കൂട്ടിയാൽ എത്രയാണ് 30 31 32 32 അല്ലേ. 31നും 33നും ഇടയിൽ അല്ലേ ആരാളുള്ളത് 32 അല്ലേ. 31ൻ്റെ ഇടയിൽ അല്ലേ. 31 കഴിഞ്ഞാൽ 32 33 അല്ലേ. 31ൻ്റെയും 33ൻ്റെയും ഇടയിലുള്ള ഞാൻ അല്ലേ. 31നും 33നും ഇടയിലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ആരാണ് 32 ഞാൻ ആരാണ് 32 അല്ലേ. അപ്പോൾ ഞാൻ ആരാണല്ലേ. അപ്പോൾ 32 ഉത്തരം വരുന്ന രീതിയിൽ നിങ്ങൾ ഈ ഫ്ലവേഴ്സ് ഫില്ല് ചെയ്യണം അല്ലേ. 31ൻ്റെ ഇടയിലല്ലേ. കഴിഞ്ഞാൽ എന്താണ് 32 പിന്നല്ലേ 33. ഇവർക്ക് രണ്ടാക്കും ഇടയിലുള്ള നമ്പർ ഏതാണ് 32 അതുപോലെ 36നേക്കാൾ 4 കുറവ്. 4 കുറവല്ലേ 36നേക്കാൾ അല്ലേ. 32 4 കൂട്ടി നോക്കൂ. 32 33 34 35 36 36 4 കുറച്ച് നോക്കൂ അല്ലേ. 4 കുറച്ചാൽ എങ്ങനെയാണ് 36 35 34 33 32 4 കുറച്ചു. അപ്പം 36നേക്കാൾ നമുക്ക് എങ്ങനെ എഴുതാം 4 കുറവെന്ന് എഴുതിയിട്ടുണ്ട്. 30നേക്കാൾ 2 കൂടുതൽ അല്ലേ. അപ്പോൾ ഈ 32ന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം അല്ലേ. 30നേക്കാൾ 2 കൂടുതൽ എഴുതിയിട്ടുണ്ട് അല്ലേ. 31നേക്കാൾ 1 കൂടുതൽ എഴുതിയൂടെ. 31 1 കൂട്ടിയാൽ 32 ആയില്ലേ. 30നേക്കാൾ 2 കൂടുതൽ 32 അതുപോലെ 31നേക്കാൾ 1 കൂടുതലല്ലേ. 31 1 കൂട്ടിയാൽ 32 കിട്ടും. നമുക്ക് 31നേക്കാൾ 1 കൂടുതലാണ് 32 എന്ന് എഴുതാം. 36നേക്കാൾ 4 കുറവാണ്. അപ്പോൾ 35നേക്കാൾ എത്ര കുറവാണ് 35നേക്കാൾ 3 കുറവാണെന്ന് വേറെ എഴുതാം അല്ലേ. 35നേക്കാൾ എത്ര കുറവാണ് 3 കുറവല്ലേ. 35 34 33 32 അല്ലേ 3 കുറവാണ് അല്ലേ. അല്ലെങ്കിൽ 33നേക്കാൾ 1 കുറവാണെന്ന് എഴുതാം അല്ലേ. 33 1 കുറച്ചതല്ലേ 32 അല്ലേ. അങ്ങനെയൊക്കെ എഴുതാം. 32 എന്ന് പറയുന്നത് 33 1 കുറച്ചതാണ്, അല്ലെങ്കിൽ 30-നോട് 2 കൂട്ടിയതാണ്, അല്ലെങ്കിൽ 29-നോട് 4 കൂട്ടിയതാണ്. എങ്ങനെയൊക്കെ 32 കിട്ടുന്നോ അതൊക്കെ നിങ്ങൾക്ക് ഈ പൂക്കളിൽ എഴുതാവുന്നതാണ്. വേറൊരു എക്സാമ്പിൾ 2 എന്നുള്ള സംഖ്യയെ നമുക്ക് എങ്ങനെ എഴുതാം 1ൻ്റെയും 3ൻ്റെയും ഇടയിലുള്ള സംഖ്യ അല്ലേ 2 അങ്ങനെ എഴുതാം അല്ലേ. 2 നമ്മളെ നമ്പർ
2 ഇതാണ് കിട്ടേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ 3ൽ നിന്നും 1 കുറച്ചതാണെന്ന് എഴുതാം, 1നേക്കാൾ 1 കൂടുതലാണെന്ന് എഴുതാം, 1ൻ്റെയും 3ൻ്റെയും ഇടയിലുള്ള നമ്പറാണെന്ന് എഴുതാം. 1ൽ നിന്നും 1 കൂട്ടിയാൽ നമുക്ക് 2 കിട്ടും. 5ൽ നിന്ന് നമുക്ക് 3 കുറച്ചാൽ 2 കിട്ടും. 5 എന്ന നമ്പറിൽ നിന്ന് 3 മൈനസ് ചെയ്താൽ നമുക്ക് 2 കിട്ടും. 1ൽ നിന്ന് 1 കൂട്ടിയാലാണ് 2 കിട്ടുക. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഈ 2നെ എഴുതാം. അങ്ങനെയാണ് ഈ ചട്ടിയിലെ ഈ സംഖ്യ കിട്ടുന്ന രീതിയിൽ ഇതിനെങ്ങനെയൊക്കെ കിട്ടും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. പ്രവർത്തനം 4 കണ്ടെത്താം എഴുതാം. അടുത്തടുത്ത സംഖ്യകളിൽ വിട്ടുപോയവ എഴുതി ചേർക്കാം. ഇവിടെ 99 ഉണ്ട്, 100, 101 അടുപ്പിച്ചാണുള്ളത്. 121ൻ്റെ മുന്നേയും ബാക്കിലും അടുത്തതുള്ള നമ്പറിൽ വിട്ടുപോയവ 121ൻ്റെ മുന്നേ ഏതാണ്? 120 കഴിഞ്ഞിട്ടല്ലേ 21, 20, 21, 22 അപ്പോൾ 120, 121, 122. 150ൻ്റെ മുന്നേ ഏതാണ്? 49 കഴിഞ്ഞിട്ടല്ല 50 അല്ലേ? 149, 150, 151 അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സംഖ്യയും അത് കഴിഞ്ഞിട്ട് ശേഷമുള്ള സംഖ്യയും എഴുതി ചേർക്കുക വിട്ടുപോയവ കൂട്ടിച്ചേർക്കുക. പൂർത്തിയാക്കാം പൂർത്തിയാക്കാനാണ് ഇതെന്താണ് പാറ്റേൺ ആണ് അല്ലേ? 110, 120, 130 10 കൂടി വരുന്നുണ്ടല്ലേ? 10, 20, 30, 40, 50, 60, 70 അങ്ങനെ വരും അല്ലേ? നമ്മൾ 1, 2, 3, 4 അങ്ങനെയാണ് ഇതിൽ 10ൻ്റെ ആണെങ്കിൽ 10, 20, 30, 40, 50 10 കൂട്ടി എഴുതാം. 50ൻ്റെ ആണെങ്കിൽ 50, 100 ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും? 150 ആയിരിക്കും, അടുത്തത് 200 ആയിരിക്കും. 50 കൂട്ടിയില്ലേ? ഇവിടെ എങ്ങനെയാണ്? 110 10 ആഡ് ചെയ്ത് 10, 120, 130 അപ്പം 140, 150 ഇവിടെ 160 ഉണ്ട്, പിന്നെ 150 ആയില്ല, ഒരു 10 കുറഞ്ഞു അല്ലേ? മൈനസായി 150, 140 അപ്പം അടുത്ത എന്തായിരിക്കും? 130, 120, 110, 100 അങ്ങനെ കുറഞ്ഞ് പോവാണ്. 2 ഡാഷുള്ള അപ്പം 2 എഴുതിയാൽ മതിയില്ലേ? 130 കഴിഞ്ഞാൽ 40, 50 140, 150 ഇവിടെ ഇങ്ങനെ കുറഞ്ഞ് 10 രൂപ കുറഞ്ഞ് വരികയാണ്. 10 160, 50ആയി, 40ആയി, 30ആയി, 20ആയില്ലേ? 140, 130, 120. പ്രവർത്തനം 5 വരച്ചു ചേർക്കാം. യോജിച്ചവ വരച്ചു ചേർക്കാം യോജിച്ചത് വരച്ച് ചേർക്കുക ഇതിൻ്റെ അതേ രൂപങ്ങളുള്ളത് ഷേപ്പുള്ളത് വരച്ച് ചേർക്കാം ഇതേ ഷേപ്പിലല്ലേ ഇതുള്ളത്, അപ്പോൾ അതിന് വരക്കാം. ബിസ്ക്കറ്റിൻ്റെ അതേ ഷേപ്പിലാണ് ഇതുള്ളത്, ബോളിൻ്റെ ഷേപ്പിലുള്ളത് ഇത് അല്ലേ? ഒരേ ഷേപ്പല്ലേ നോക്കൂ. ഇത് രണ്ടും വട്ടത്തിലല്ലേ, അത് രണ്ടും യോജിപ്പിക്കുക. ബിസ്ക്കറ്റിൻ്റെ ഷേപ്പ് കണ്ടോ? ഇതേ ഷേപ്പിലാണ് ഈ ബോക്സ് ഉള്ളത്, അപ്പോൾ അത് അതിലേക്ക് യോജിപ്പിക്കുക. ഇതേ ഷേപ്പിൽ ഇങ്ങനെയുള്ള ഈ ഷേപ്പിലാണ് ഈ ബോക്സ് ഉള്ളത് അപ്പോൾ അത് അതിലേക്ക് യോജിപ്പിക്കുക. ഒരേപോലുള്ളത് യോജിപ്പിച്ച് ചേർക്കുക. ബി ക്വസ്റ്റ്യൻ അടുത്തതാര് ഇനി 3 ഉണ്ട്, ഇതിനടുത്തത് ആരാണ് വരിക? അപ്പോൾ എല്ലാത്തിലും ഈ ചതുരമാണുള്ളത്. അപ്പോൾ ആ ചതുരം ആദ്യം നമുക്കിവിടെ വരക്കാം. ഇങ്ങനൊരു ചതുരം, അടുത്തത് ഈ ചതുരം തന്നെയാണ്. പിന്നെന്താണ് ഇവിടെയുള്ള ഈ സർക്കിൾ എങ്ങോട്ട് പോയിട്ടുണ്ട്? താഴേക്ക് പോയി രണ്ടാമത് അല്ലേ? പിന്നെ ഈ സർക്കിൾ ഇങ്ങോട്ട് പോയി അല്ലേ? അപ്പോൾ അടുത്തത് എങ്ങോട്ട് പോകണം? ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം അല്ലേ? ഈ തലക്കലാണ് ഇല്ലാത്തതില്ല. ഈ എൻഡിലുണ്ട്, ഈ മൂന്നാമത്തെ എൻഡിലുണ്ട്. ഇനി ഈ എൻഡിലില്ലല്ലോ, ഈ എൻഡിൽ മാത്രമാണ് ഇല്ലാത്തത്, ഒറ്റൊന്നിലില്ല. അപ്പോൾ നമുക്ക് ആ എൻഡിൽ ഒരു ചെറിയ സർക്കിൾ വരച്ച് കൊടുക്കാം. ആ എൻഡിൽ മാത്രമാണ് ഇല്ലാത്തത്. നെക്സ്റ്റ് ഈ ട്രയാങ്കിളിലെ ത്രികോണം എവിടെയാണ്? വട്ടം ചെറിയ വട്ടം വരക്കാം. ത്രികോണം എവിടെയാണ്? ഈ തലക്കലുണ്ട് നെക്സ്റ്റ് ഈ തലക്കൽ രണ്ടാമത്തെ തലക്കക്ക് പോയി. നെക്സ്റ്റ് ഈ മൂലയില്ലേ, ഈ മൂലയ്ക്കുണ്ട്. നെക്സ്റ്റ് ഈ താഴെ ഭാഗത്ത് ഇല്ലല്ലോ, ഇല്ലല്ലോ, ട്രയാങ്കിളില്ല, ത്രികോണമില്ല. അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് ത്രികോണം വരക്കാം. ചെറിയൊരു ത്രികോണം ഈ ഭാഗത്ത് വരച്ചു കൊടുക്കുക ഇവിടെ കണ്ടോ ഇങ്ങനെയുള്ള ത്രികോണം ഈ അറ്റത്തുണ്ടായിരുന്നു. അതേപോലെ ഈ അറ്റത്ത് എവിടെയും ഇല്ലല്ലോ ത്രികോണം, ഇല്ലല്ലോ. അപ്പോൾ ഈ അറ്റത്ത് നിങ്ങളെന്താണ് ഒരു ത്രികോണം ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കളർ ചെയ്യുക ഇങ്ങനെ. ശരിയായതിന് ശരി ഇടുക. ഏതാണ് ഇവിടെ വരക്കാനുണ്ട്? ഇതിലേതാണ് ശരി? നമ്മളിപ്പോൾ വരച്ചു അല്ലേ? ഇവിടെ പിക്ചർ തന്നിട്ടുണ്ടല്ലേ, അപ്പോൾ ഇതിലേതാണ് നമ്മളിപ്പോൾ വരച്ചത്? ഡി ആണ്, അതിന് ശരി ഇടുക അല്ലേ? ഇതല്ലേ നോക്കൂ, ഇതിന് ഈ തലക്കലല്ലേ സർക്കിൾ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. പിന്നെ ഇല്ലാത്തൊരു എൻഡ് എന്ന് പറയുന്നത് ഈ തലക്കലല്ലേ, ഈ അറ്റത്തില്ല, ഇതിലും ഇല്ലല്ലോ, എവിടെ ഇല്ല അല്ലേ? അപ്പോൾ ആ അറ്റത്ത് വരുന്ന ഈ 2 ചിത്രമാണ് അല്ലേ? പിന്നെ ഈ ട്രയാങ്കിൾ ത്രികോണം ഇവിടെയുണ്ട്, ഈ തലക്കലും ഉണ്ട്. പിന്നെ ഈ എൻഡിൽ എവിടെ ഇല്ലല്ലോ, ഈ മൂലയിൽ എവിടെയില്ല. അപ്പോൾ ആ മൂലയിലാണ് വരേണ്ടത്. അടുത്തതിൽ എല്ലാ മൂലയിലും ഉണ്ട്, ബാക്കിയുള്ള ഈ 4ാമത്തെ ഈ മൂലയിൽ എവിടെയില്ലല്ലോ, ഈ തലക്കലില്ല. കണ്ടില്ലേ 3 പിക്ചറിലുമില്ല. 4ാമത്തെ പിക്ചറിൽ നമുക്ക് ഈ തലക്കലാണ് വരക്കേണ്ടത്. ഈ തലക്കൽ വരച്ചു. ആ ചിത്രം ഇതാണ്. അപ്പം നിങ്ങൾ നോക്കുക ഈ തലക്കൽ ഇവിടെ ഉണ്ട്, ഈ തലക്കലുണ്ട് ഈ ചിത്രത്തിൽ, ഈ 3ാമത്തെ എൻഡിലുണ്ട്, ഈ 4ാമത്തെ എൻഡിലാണ് എവിടെയും ഇല്ലാത്തത്. അപ്പോൾ ഈ 4ാമത്തെ എൻഡിലാണ് ഈ ട്രയാങ്കിൾ വരേണ്ടത് ത്രികോണം വരേണ്ടത്.
സി കൂട്ടത്തിൽ പെടാത്തതിൻ്റെ ചുറ്റുവട്ടം വരക്കുക. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? സോപ്പും ബിസ്ക്കറ്റും ഇതൊക്കെ എന്താണ്? ഈ ഷേപ്പാണല്ലേ, ഇങ്ങനെയുള്ള ഷേപ്പാണ്. ചോക്ലേറ്റിൻ്റെ ഷേപ്പ് നോക്കൂ, അല്ലേ ഇങ്ങനെയുള്ളൊരു ഷേപ്പാണല്ലേ. ഈ ചോക്ലേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ചോക്ലേറ്റിന് ഇവിടെ ട്രയാങ്കിളും അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഷേപ്പ്. അപ്പോൾ ഇതിലൊന്നും ട്രയാങ്കിളില്ല. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഇതാണ്. അതിൻ്റെ ചുറ്റും വട്ടം വരക്കാം അല്ലേ, ചുറ്റും ഒരു വട്ടം വരക്കുക. ചുറ്റുമായിട്ടൊരു വട്ടം വരച്ച് കൊടുക്കുക. കൂട്ടത്തിൽ പെടാത്തതാണ് ഒറ്റപ്പെട്ടതില്ലേ. ഇതിൻ്റെ കൂട്ടത്തിൽ പെടാത്തതൊക്കെ ഒരേ ഷേപ്പല്ല, ഒരേ രൂപമാണ്. ഇതിൻ്റെ എല്ലാ രൂപങ്ങളും എങ്ങനെയാണ്? ഇങ്ങനെയാണ് അല്ലേ. ചതുരം ഇങ്ങനെ വരച്ചിട്ടുള്ള പെട്ടി പോലെയുള്ളതാണ് എല്ലാം അല്ലേ. ഇതിൻ്റെയൊക്കെ ഷേപ്പിലെ രൂപം ഒരേപോലെയാണ്. ഇതാണ് ഒറ്റപ്പെട്ടത്. ഇതൊരു വ്യത്യസ്ത തരമാണല്ലേ. ഇത് വേറെ രീതിയിലല്ലുള്ളത് ഈ ചോക്ലേറ്റ്. ഇതിൻ്റെ അതേ ഷേപ്പിലല്ല അല്ലേ, ഇതിന് വേറെ രൂപമാണുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് വട്ടം വരക്കാം അല്ലേ. ഒറ്റപ്പെട്ടതിനാണ് വട്ടം വരക്കേണ്ടതില്ലേ, കൂട്ടത്തിൽ പെടാത്തത്. ഇവരൊക്കെ ഒരു ടീമാണ്, ഇവനാണ് ഒറ്റപ്പെട്ടതില്ലേ, കൂട്ടത്തിൽ പെടില്ല. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുമുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും ലൈക്ക് ബട്ടൺ അമർത്താനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഓണപരീക്ഷ നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.